എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2019 വരുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതായത് മാനുവൽ ട്രാൻസ്മിഷനിലാണ്, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്ത നല്ലൊരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് ബ്രൗൺസ് കളറിൽ തന്നെയാണ്. കളർ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഡിമാൻഡുള്ള ബ്രൗൺസ് കളറാണ്. അതായത് ഇന്നോവയിൽ നമുക്ക് ബ്രൗൺസ് ഏറ്റവും ഡിമാൻഡുള്ള കളേഴ്സാണ്. അപ്പം അങ്ങനെ ഒരു വണ്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത് 2019 രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 2019 തന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഇത് ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും അതിൻ്റെ ഗ്രില്ലും ലൈറ്റും എല്ലാം ഒറിജിനലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി തന്നെ മനസ്സിലാവും. അതൊന്നും തട്ട മുട്ട കാര്യങ്ങളൊന്നും ചില ചളുക്കോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി ഈ ഫെൻഡർ ഭാഗത്തേക്ക് വരുമ്പോൾ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. അതായത് ഈ ബോഡി ലൈൻസ്, അതായത് വണ്ടിയുടെ ബോഡി ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയിൽ, അതായത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു പാർട്ടിയുടെ വണ്ടിയാണ്. അപ്പം എല്ലാ ഗ്ലാസും, അതായത് സൈഡിലെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഒറിജിനലാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഡെൻറ്റ്, അതായത് മൈനോട്ടൊരു ഡെൻറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സൈഡ് ഫോൾഡബിൾ ആണ് വരുന്നത്. വർക്കിംഗ് കണ്ടീഷനാണ് നിലവിൽ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഓവർ യൂസിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പം നിലവിൽ പുതിയ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തേക്കുക. അതായത് ഒരു ടയറല്ല 4 ടയറും റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തതാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ടയേഴ്സാണ്. എന്ന് വെച്ചാൽ 2025 ടയേഴ്സ്, അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ടയേഴ്സാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിക്കി ഗ്ലാസ്, ഡിക്കി അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ, അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, അതായത് കമ്പനിയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സെയിം ക്വാളിറ്റി, അതായത് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ സെയിം ക്വാളിറ്റി തന്നെ സെയിം ഇൻസ്റ്റാൾമെൻറ്റിലുള്ള, അതായത് ജെന്യുവിൻ വെഹിക്കിൾ എന്ന് തന്നെ പറയാം. 100% തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്ര നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. അത് ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, 4 ടയേഴ്സ്, അതായത് ഒരു ടയറല്ല 4 ടയേഴ്സും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് 2 സൈഡും. പിന്നെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളും, അതായത് ഓൾ സൈഡിലെ ഗ്ലാസ്, അതായത് ടോട്ടൽ ഗ്ലാസ് കമ്പനിയിൽ നിന്ന് വന്നേക്കുന്ന ഒറിജിനലാണ്. ഇതുവരെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് തട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഭാഗം കാണാം. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഡോറ് കാര്യങ്ങൾ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്. എന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒറിജിനൽ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്തേക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റുകളാണ് വരുന്നത്. അതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയിൽ, അതായത് ഇൻറ്റീരിയർ ഫുള്ള് നല്ലൊരു നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് 7 സീറ്ററാണ് വരുന്നത്. ഫ്രണ്ടിൽ 4ഉം ബാക്ക് സൈഡിൽ 3ഉം, അതായത് 7 സീറ്ററാണ് വരുന്നത്. പിന്നെ AC കൺട്രോള്, ക്ലൈമറ്റ് കൺട്രോള് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമ്മൾ ഒരു 5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ്, അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഓടിക്കുന്ന നല്ലൊരു ഫീലിംഗ് കിട്ടിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഇനി ടോപ്പ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ, റൂഫ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു പൊടിയോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ടോപ്പ് സൈഡിലേക്ക്, അതായത് വണ്ടിയുടെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോഗ്സ് കാര്യങ്ങളൊക്കെ കയറുന്നതാണ്. പക്ഷേ ഇത് വളരെ നല്ലപോലെ യൂസ് ചെയ്ത് നല്ലൊരു പാർട്ടിയുടെ വണ്ടിയാണ്. അപ്പം എന്ന് വെച്ചാൽ കിലോമീറ്റർ അടക്കം, അതായത് സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 2019 തൊട്ട് 2025 വരെയുള്ള സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ്. കിലോമീറ്റർ ഓടിക്കുന്ന വെറും 75,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വിത്ത് സർവീസ് റെക്കോർഡാണ്. ജെനുവിൻ കിലോമീറ്ററാണ്. ഒരു നല്ലൊരു വാഹനം. ഓരോ സൈഡിലെയും റബ്ബർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു പാശം പോലും അഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതേപോലെ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം, അതായത് എല്ലാ ഡോറ് കാര്യങ്ങളും അതേപോലെയാണ്. ഒരു വട്ടം പോലും അഴിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ് ഇത്. വണ്ടിയുടെ മെയിനായിട്ടുള്ള നമുക്ക് എൻജിൻ റൂം, അതേപോലെ ബോണറ്റ്, അതേപോലെ ഞാൻ ഓപ്പൺ ആക്കി തന്നെ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്നത് വെറും 75,000 കിലോമീറ്റർ, അതായത് 75,000 ഓടിക്കുന്നത് പറഞ്ഞാൽ അത്ര സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്ത ഒരു നല്ലൊരു വാഹനമാണ്. ഇതാ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീലിങ്, പഞ്ചിങ്, പേസ്റ്റിങ് ഒന്നിലൊരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് നിങ്ങൾക്കൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വണ്ടി നിലവിലുള്ളത്. അതായത് എൻജിൻ റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ്. അതായത് റഫ് യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല.
പിന്നെ നമുക്ക് നോർമലി ഇന്നോവ ക്രിസ്റ്റ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ചെറിയ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ചില വണ്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, അതായത് ഒരു ക്ലിപ്പോ കാര്യങ്ങളോ ഹെഡ്ലൈറ്റിനോ ഇതോ പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടില്ല. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, അതായത് ഒരു നെറ്റ് ബോൾട്ട് പോലും ഇതിൻ്റെ അകത്തുനിന്ന് അഴിച്ച് നോക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ റിമൂവ് ചെയ്തേക്കാം അതിൻ്റെ പാട് കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഒരു കാര്യമില്ല. നല്ല പ്രോപ്പറായിട്ട് നല്ല ഒരു അടിപൊളി, അതായത് സേഫ് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്ത ഒരു നല്ലൊരു വാഹനമാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു 100% തന്നെ ഇതിന് വണ്ടിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു മാറ്റമില്ല. എന്ന് വെച്ചാൽ നല്ലൊരു റഫ് യൂസ് ആണെങ്കിൽ നമ്മൾ റഫ് യൂസ് അങ്ങനത്തെ വണ്ടി എന്ന് പറയും. ഇത് ഷോ കണ്ടീഷൻ, അതായത് നിങ്ങളൊരു ഷോറൂമിൽ പോയി വണ്ടി എടുക്കുന്നുണ്ടോ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ്. 2019 വരുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ഉണ്ട്. അതായത് വി ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ മാത്രം, അതായത് സിംഗിളായിട്ട് തന്നെ പാർട്ടി യൂസ് ചെയ്ത വണ്ടി, അതായത് കൈമാറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാതെ സിംഗിളായിട്ട് യൂസ് ചെയ്തതാണ്. കിലോമീറ്റർ ആകെ ഓടിയേക്കുന്ന 75,000 കിലോമീറ്റർ ഉള്ളൂ. സർവീസ് റെക്കോർഡുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, എല്ലാ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ വണ്ടിക്കുണ്ട്. മാനുവൽ ബുക്ക് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്താണ്. 100% ജെന്യുവിൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 15,90,000 രൂപ മാത്രമേ ഉള്ളൂ. നെഗോഷ്യബിൾ പ്രൈസാണ്, ഓവർ നെഗോഷ്യബിൾ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആ പ്രൈസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല രീതിയിലുള്ള പ്രൈസാണ് അവർ ആസ്ക് ചെയ്യുന്നത്. നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് തരാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ചിലവോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ വണ്ടികളായിക്കോട്ടെ വലിയ വണ്ടികൾ, ഇപ്പം നമ്മൾ വലിയ വണ്ടികൾ മാത്രമല്ല ചെറിയ വണ്ടികളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ചെറിയ വണ്ടികൾ അധികം ചെയ്യാത്തത്. പിന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നിന്ന് നാട്ടിലേക്ക് വണ്ടി അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നൊരു വണ്ടി ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിലവിൽ ഇപ്പോൾ ചെക്കിങ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. എന്ന് വെച്ചാൽ ഏത് വാഹനം ആയിക്കോട്ടെ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെഷീൻസ് കാര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തരും. ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടിയുടെ കണ്ടീഷൻ പറഞ്ഞു തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണ്. ട്രാൻസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്ന ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി. അതെന്ന് വെച്ചാൽ 2 കണ്ടെയ്നറാണ് പോകുന്നത്, ഒന്ന് ബാംഗ്ലൂർക്കോ ഒന്ന് കൊച്ചിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൈസിന് കിട്ടുന്നത്, ആര് പറയുന്നതിനേക്കാളും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അത് ഗുഡ് സർവീസ്, അതായത് റിസ്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ 100% ഗ്യാരണ്ടിയോടെ തന്നെ നമുക്ക് വാഹനങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റിയിലൂടെ തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഒരു അടിപൊളി വാഹനമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് സ്വന്തമാക്കുക. പിന്നെ നമ്മൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സഞ്ചാരി എന്ന് പറഞ്ഞ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ വാഹനം ഇന്നോവ ക്രിസ്റ്റ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്തൊരു നല്ലൊരു വാഹനമാണ്. അപ്പം ഇതേപോലത്തുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.